സഖാവ് റയാൻ സൂചിപ്പിച്ചു നമ്മൾ ഈ സമരം നടത്തുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ള കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 12 വർഷക്കാലം കൊണ്ട് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയെല്ലാം തകർക്കുവാനായി കഴിയുമോ അങ്ങനെയെല്ലാം തകർക്കുവാനായിട്ടുള്ള വലിയ ഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഘട്ടം ഘട്ടമായി നടക്കുകയാണ്. നാം ഓർക്കേണ്ടത് SFI രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ആദ്യ സമരമല്ല. നേരത്തെ നമുക്കെല്ലാം അറിയാം, നിങ്ങൾ മാധ്യമങ്ങളടക്കം വലിയ വാർത്തകളാക്കിയിട്ടുള്ളതാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 12ഓളം വിദ്യാർത്ഥികളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആ പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചോദ്യപേപ്പർ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് മാനസികമായി വലിയ പിരിമുറുക്കം വന്ന് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുകയാണ്. കുറേയധികം വിദ്യാർത്ഥികൾ, 10,000 വരുന്ന വിദ്യാർത്ഥികൾ രണ്ടാമതായി നടത്തിയ എക്സാമുകൾ എഴുതാതെ മാറി നിൽക്കുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുഴുവനായി തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വെച്ചുകൊണ്ടാണ് 2018 NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിലവിൽ വരുന്നത്. അതിനുശേഷം നാം ഓർക്കേണ്ട ഒരു കാര്യം, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 68ഓളം പരീക്ഷകളാണ് ഇത്തരത്തിലേക്ക് നടത്തിയതിനു ശേഷം പിന്നെ റദ്ദു ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സുരക്ഷിതവുമില്ലാതെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ എല്ലാം തന്നെ തച്ചു തകർക്കുന്ന നിലയിലേക്ക് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ മാറുകയാണ്. ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ, വലിയ സമരങ്ങൾ ഇന്ന് രാജ്യവ്യാപകമായി SFIയുടെ നേതൃത്വത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി റാലികൾ നടക്കുകയാണ്. SFI മാത്രമല്ല, ഇതര ഇടതുപക്ഷ സംഘടനകൾ, CJP പോലുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ, ജനറേഷൻ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഡൽഹിയുടെ ഹൃദയഭാഗത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ സമരവുമായി മുമ്പോട്ട് പോവുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇത്രയധികം വീഴ്ചകൾ സംഭവിച്ചിട്ടും, ഇത്രയധികം വിദ്യാർത്ഥികൾ മരിച്ചിട്ടും, ആ വിദ്യാർത്ഥികളെ കുടുംബങ്ങൾ, അവരുടെ ഭാവികൾ തകർക്കപ്പെട്ടിട്ടും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതിനെതിരെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സ്വന്തമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുവാൻ പോലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവുന്നുള്ള കാര്യമാണ്. താനിപ്പോഴും ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ മുമ്പോട്ട് പോവുകയാണ്. അതുപോലെ തന്നെയാണ് CBSEയുടെ വിഷയങ്ങളും. CBSEയുടെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട, അതിൻ്റെ റീവാല്യുവേഷനുമായി ബന്ധപ്പെട്ട് ഇന്നും പല വിദ്യാർത്ഥികൾക്കും അവർക്ക് അഡ്മിഷൻ ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധി രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയും രാജ്യത്തെ യുവാക്കളും മറ്റുമെല്ലാം നേരിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കുവാനോ മറ്റും ആരും തയ്യാറാവുന്നുള്ള കാര്യമാണ് നാം ഏറെ ഗൗരവത്തോടുകൂടി കാണേണ്ടത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെടുത്ത് പരിശോധിക്കാം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ PM ഫ്രീയെ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാനായി പോവുകയാണ്. പക്ഷേ അങ്ങനെ നടപ്പിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരം വിദ്യാർത്ഥികൾ വലിയ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് മിണ്ടുവാനായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് MG സർവകലാശാലയ്ക്കകത്ത് ഗവർണർ വിദ്യാർത്ഥികളെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് അതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ? അവർ ABVPയുടെ പ്രവർത്തകരാണ് എന്നും ഉള്ള മാത്രം ഒരു ക്വാളിഫിക്കേഷൻ്റെ ഭാഗമായി സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കപ്പെടുന്നു. കേരള സർവകലാശാലയ്ക്കകത്ത് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ, നമുക്കറിയാം, ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത് കേരള സർവകലാശാലയുടെ സിലബസുകളെ തീരുമാനിക്കുന്ന ഒരു ബോർഡാണ്. ആ ബോർഡിലേക്ക് ഈ പറഞ്ഞതുപോലെ സംഘപരിവാറിന് ചായ്വുള്ള ആൾക്കാരെ ഗവർണർ നോമിനേറ്റ് ചെയ്യുകയാണ്. അതിന് VC എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കൂടി തകർക്കുവാനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ അവിടേക്കൊന്നും ഒരു ചെറുവിരൽ അനക്കാതെ, ഒരു പ്രക്ഷോഭങ്ങൾ നടത്താതെ ഈ കേരളത്തിലെ KSUവും MS പോലുള്ള സംഘടനകൾ നടക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാം, PM ഫ്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ തെരുവോരങ്ങളിൽ ഇന്നിവിടെ ഈ പ്രശ്നം നടക്കുന്ന ഈ സ്ഥലത്ത് പോലും KSUവും MSFും വലിയ സമരങ്ങൾ സംഘടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി ഒരുപാട് വിഷയങ്ങളുണ്ടായി. പക്ഷേ അവരെല്ലാം ഇന്നൊരു ചെറുവിരൽ പോലും അനക്കാതെ, അല്ലെങ്കിൽ അതിനെതിരെ ഒരു പ്രതിഷേധം നടത്താതെ ഇന്ന് അലോഷ്യർ സേവർ അടക്കമുള്ള നേതാക്കന്മാർ ഇരിക്കുകയാണ്. ഈ അവസ്ഥയ്ക്കെതിരെയാണ് ഞങ്ങൾ വലിയ സമരങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏതാണ്ട് ഒരു 2 മാസത്തോളം ആവുകയാണ്. ഇതിനകം തന്നെ SFI വിവിധ ആവശ്യങ്ങൾ, ഫീസ് വർധന ഉൾപ്പെടെ, അല്ലെങ്കിൽ KTUവിൻ്റെ ഇയർ ബാക്ക് സിസ്റ്റം ഉൾപ്പെടെ, അല്ലെങ്കിൽ മദ്യ നികുതി കുറയ്ക്കുന്നത് ഉൾപ്പെടെ വലിയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് SFI വലിയ സമരങ്ങൾ നടത്തുകയുണ്ടായി. ആ സമരങ്ങൾ നടക്കുമ്പോൾ ആ സമരങ്ങളിൽ ഉണ്ടാവുന്ന വലിയ വിദ്യാർത്ഥി പങ്കാളിത്തം, ആ വിദ്യാർത്ഥി പങ്കാളിത്തത്തെ അടിച്ചമർത്തുവാനായിട്ട് കഴിഞ്ഞ നാളുകൾ കൊണ്ട് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഭരണകൂടവും പോലീസും വലിയ ശ്രമങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായി SFIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഖാക്കൾ ഇന്ന് ജയിൽവാസം അനുഭവിക്കുകയാണ്. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾക്ക് ആ ത്യാഗം അനുഭവിക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ പോലീസുകാരും, അല്ലെങ്കിൽ ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ വലിയിലേക്കുള്ള ഒരു വാർത്തകൾ കൊടുക്കുന്നുണ്ട്. SFIക്കാരെല്ലാം, അല്ലെങ്കിൽ SFIയുടെ സമരത്തിൻ്റെ അകത്ത് വരുന്ന വിദ്യാർത്ഥികൾ മുഴുവനായി കേസുകളിൽ പെട്ടുപോകുന്നു, അല്ലെങ്കിൽ ജയിലിനകത്ത് അകപ്പെടുന്നു.
ഞങ്ങൾ കഴിഞ്ഞ നാളുകളിലും കഴിഞ്ഞ വർഷങ്ങളിലുമെല്ലാം വലിയ സമരങ്ങൾ ഈ നാടിനകത്ത് ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ തെരുവോരങ്ങളിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പല ആനുകൂല്യങ്ങളും SFI എടുത്തിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായിട്ടാണ്. ഞങ്ങൾക്ക് പോലീസുകാരോടും ഇവിടെ ഒരു കാര്യമാണ് പറഞ്ഞു വെക്കാനുള്ളത്. നന്നായി നല്ല ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുന്ന പോലീസുകാരുണ്ട്, അവരെയൊന്നും ഞങ്ങൾ കുറ്റം പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ KSUവിന് വേണ്ടി ചില പണിയെടുക്കുന്ന ചില പോലീസുകാരുണ്ട്. എന്താ ചെയ്യുന്നത്? വിദ്യാർത്ഥി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന രീതി, അതിലാണ് ഞങ്ങൾക്ക് വലിയ വിമർശനമുള്ളത്. അവർ നോട്ടീസ് നൽകിയാൽ വിളിച്ചാൽ സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ വീടുകളിൽ കയറി ലോക്കൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ വിദ്യാർത്ഥികളുടെ വീടുകൾക്കകത്ത് കയറി അവരുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി അവിടെയുള്ള അവരുടെ അമ്മയും പെങ്ങളുമാരെയൊക്കെ വലിയ മോശപ്പെട്ട തരത്തിലേക്ക് ഭീഷണിപ്പെടുത്തി സംസാരിച്ചുകൊണ്ട് വീടിനകത്ത് ഒരു വലിയൊരു അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം SFIയുടെ ജില്ലാ സെക്രട്ടറി അറസ്റ്റ് ചെയ്തപ്പോൾ റോഡിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ വണ്ടി ബാക്കിൽ നിന്ന് ചേസ് ചെയ്ത് വന്നുകൊണ്ട് ഫ്രണ്ടിലെല്ലാം കുറുക്കിട്ടുകൊണ്ട് ആ സഖാവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു സമീപനം എടുക്കുന്നത്? ഏതെങ്കിലും കോൺഗ്രസിൻ്റെയോ KSUവിൻ്റെ നേതാക്കന്മാർ റൗണ്ട് ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോയും പൊക്കി പിടിച്ചുകൊണ്ട് പോയി SFIയുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ആ സമരമുഖത്ത് ഇല്ലാത്തവരെ, ആ സമരത്തിൽ അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ മുൻവശത്തൊന്നും ഇല്ലായിരുന്നവരെ, അവർക്ക് വൈകാര്യമുള്ള കോൺഗ്രസിന് അല്ലെങ്കിൽ KSUവിൻ്റെ ആൾക്കാർക്ക് വൈരാഗ്യമുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാനായി ശ്രമിക്കുന്നു. അതെന്തിനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ പോലീസ് നടത്തുന്നത്? ഇതിനെതിരെ വലിയ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമാണ് വരും ദിവസങ്ങളിൽ നടത്തുവാനായി പോകുന്നത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഈ സമരം ഇങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചത് ഈ സമരം ഇങ്ങനെ ഇവിടെ വന്ന് അവസാനിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ നിലയിലേക്ക് ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇത്തരം രീതികളിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലടക്കം കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും തെരുവോരങ്ങളിൽ വലിയ ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് SFI നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ സമരത്തിൻ്റെ ഭാഗമായി ഇവിടെ പങ്കാളിയായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥി സഖാക്കളെയും SFIയുടെ തിരുവനന്തപുരം ജില്ലാ ഘടകത്തിനു വേണ്ടി ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് 1000 അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.